الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഒരു UP ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, ചെറിയൊരു അസുഖത്തിൻ്റെ ഭാഗമായി ആ കുട്ടിക്ക് സംസാരശേഷി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അല്ലാഹു തആല അവർ ശിഫാഇനെ നൽകി അനുഗ്രഹിക്കട്ടെ. ഇത് പറയാൻ കാരണം, നമ്മുടെ സംസാരം ഒരു ദിവസം നിന്നാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ശബ്ദം പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ നമ്മൾ വലിയൊരു അനുഗ്രഹത്തിലാണുള്ളത്, ഇങ്ങനെ സംസാരിക്കാൻ കഴിയുക എന്നത്. ഖുലിഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ. അല്ലാഹു എന്തിനു മനുഷ്യനെ സൃഷ്ടിച്ചു? അവൻ സംസാരിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യും. മനുഷ്യനെ സൃഷ്ടിച്ച് സംസാരിക്കാൻ പഠിപ്പിച്ചു. അലം നജഅൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ. നാം 2 കണ്ണുകളെ ഉണ്ടാക്കി തന്നില്ലേ? ഒരു നാവും 2 ചുണ്ടുകളും ഉണ്ടാക്കി തന്നില്ലേ? ഇതൊക്കെ ഒരുമിച്ച് നാവും ചുണ്ടും വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് സംസാരം ഉണ്ടാവുക. ഈ സംസാരത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ സംസാരത്തിൽ ഉൾപ്പെടുത്തുന്നത്. ഒന്ന്, നമ്മൾ എന്തു സംസാരിച്ചാലും അത് രേഖപ്പെട്ടുകൊണ്ടേയിരിക്കും. നിരീക്ഷകനുണ്ട്. മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. അവൻ ഏതൊരു വാക്കുച്ചരിക്കുമ്പോഴും അവൻ്റെ അടുത്ത് തയ്യാറായി നിൽക്കുന്ന നിരീക്ഷകൻ ഉണ്ടാവാതിരിക്കുകയില്ല. ഏത് വാക്ക് ഉച്ചരിച്ചാലും നമ്മൾ പറയുന്ന ഓരോ വാക്കും അത് രേഖപ്പെടുത്തുവാൻ തയ്യാറായി നിൽക്കുന്ന മലക്ക് നമ്മുടെ കൂടെയുണ്ട്, രേഖയിൽ രേഖപ്പെടുത്താൻ വേണ്ടി. നമ്മൾ എന്ത് പ്രവർത്തിച്ചാലും അതിന് അല്ലാഹു സാക്ഷിയാണ്, രേഖപ്പെടുത്തുന്ന മലക്ക് സാക്ഷിയാണ്, നമ്മുടെ ചുറ്റുപാട് സാക്ഷിയാണ്, നമ്മുടെ ശരീരം സാക്ഷിയാണ്. ഏറ്റവും നല്ലത് പറയാനാണ് അല്ലാഹു തആലയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മളോട് കൽപ്പിക്കുന്നത്. സൂറത്ത് ഇസ്രായിൽ അല്ലാഹു തആല പറയുന്നു, വകുല്ലി ഇബാദി യഖൂലൂന അല്ലതീ ഹിയ അഹ്സൻ. എൻ്റെ ദാസന്മാരോട് പറയുക, അവർ പറയുന്നത് ഏറ്റവും നല്ല വാക്കായിരിക്കണമെന്ന്.
ഒരു കാര്യം നമ്മളോട് ഒരാളോട് ആശയവിനിമയം നടത്തുമ്പോൾ അത് ഏറ്റവും നല്ല വാക്കായിരിക്കണം അയാളോട് പറയേണ്ടത്. അഥവാ അയാളോട് പല ശൈലിയിൽ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ നമ്മൾ പറയേണ്ടത് മുസ്ലിങ്ങൾ എന്ന നിലക്ക്, അള്ളാഹുവിൻ്റെ അടിമകൾ എന്ന നിലക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യുന്ന മുഅ്മിൻ എന്ന നിലക്ക് നമ്മൾ ഏറ്റവും നല്ല വാക്കുകൊണ്ട് ആശയവിനിമയം നടത്താൻ നമുക്ക് സാധിക്കണം. അൽ കലിമത്തു ത്വയ്യിബ സദഖ, നല്ല വാക്ക് പറയൽ സ്വതക്കയാണ്, അത് ധർമ്മമാണ്. നാവിനെ സൂക്ഷിക്കണം. നമ്മളെ നാവ് നരകത്തിലെത്തിക്കും. നമ്മൾ എന്തു മനസ്സിലുണ്ടെങ്കിലും, അത് ചവറാണെങ്കിലും സ്വർണമാണെങ്കിലും, മനസ്സിലുള്ള ആശയങ്ങൾ മറ്റൊരാൾക്ക് നമ്മൾ വിതരണം ചെയ്യുന്നത് നമ്മുടെ നാവിലൂടെയാണ്. ഇസ്ലാം കാര്യങ്ങളും ഈമാൻ കാര്യങ്ങളും മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവകളൊന്നും പാഴാകാതിരിക്കാൻ നിങ്ങൾക്ക് നേടിത്തരുന്ന, നിങ്ങൾക്ക് ആ ഒരു കാര്യം അറിയിച്ചു തരാം. ഈമാൻ പാഴാകാതിരിക്കാൻ, ഇസ്ലാം കാര്യങ്ങൾ പാഴാകാതിരിക്കാൻ ഒരു കാര്യം അറിയിച്ചു തരാം എന്ന് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. മുആദ് പറഞ്ഞു, അതേ നബി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാവിങ്ങനെ പിടിച്ചു എന്നിട്ട് പറഞ്ഞു, നീ ഇത് പിടിച്ചു നിർത്തുക, അഥവാ നിന്റെ സംസാരം നീ പിടിച്ചു നിർത്തുക. മുആദ് ചോദിച്ചു, ഞങ്ങൾ സംസാരിക്കുന്നതിൽ ഞങ്ങൾ പിടികൂടപ്പെടുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഹൽ യകുബ്ബുൻ നാസു ഫിന്നാരി അലാ വുജൂഹിഹിം ഔ അലാ മനാഖിരിഹിം ഇല്ലാ ഖസാഇദ് അൽസിനതിഹിം. മുആദ്, ജനങ്ങൾ അവരുടെ മുഖങ്ങളിൽ അല്ലെങ്കിൽ മൂക്കുകളിൽ നരകത്തിൽ വീഴ്ത്തപ്പെടുന്നത് അവരുടെ നാവുകളുടെ ദൂഷ്യ സംസാരങ്ങൾ കൊണ്ടാകുന്നു. നാവുകൊണ്ട് ലൈസൻസ് ഇല്ലാതെ സംസാരിക്കുന്നത് കൊണ്ടാണ് നാളെ നരകക്കാരായ ആളുകൾ മുഖം കുത്തി നരകത്തിലേക്ക് വീഴുന്നത് എന്ന് നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഈ ഹദീസിൽ നിന്ന് രണ്ട് കാര്യം മനസ്സിലാക്കണം. നമ്മുടെ ഇസ്ലാം കാര്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ, നമ്മുടെ ഈമാൻ കാര്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ നാവിനെ സൂക്ഷിക്കണം. നരകത്തിൽ മുഖം കുത്തി വീഴാതിരിക്കാൻ നാവിനെ സൂക്ഷിക്കണം. നാവ് നേരെയായാൽ മൊത്തം നേരെയായി. അബൂ സഈദ് ഖുദരി റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സുബഹ ഇബ്നു ആദം ഫഇന്ന അഉലാഹു തുകഫിറു ലിലിസാനി തഖൂലു തഖില്ലാ ഫീനാ ഫഇന്നക ഇൻ ഇസ്തഖംത ഇസ്തഖംനാ വഇൻ അഅവജത്നാ. മനുഷ്യൻ പ്രഭാതമായാൽ അവൻ്റെ അവയവങ്ങൾ നാവിനോട് വിനയത്തോടുകൂടി പറയും. കയ്യും കാലും മൂക്കും കണ്ണും ശരീരം മൊത്തം വിനയത്തോടെ നാവിനോട് പറയും, ഞങ്ങളുടെ വിഷയത്തിൽ നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം, ഞങ്ങളുടെ വിഷയത്തിൽ നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം. നീ നേരെ ചൊവ്വയായാൽ ഞങ്ങൾ നേരെ ആയി, നീ വളഞ്ഞാൽ ഞങ്ങളും വളഞ്ഞു, നീ വളഞ്ഞാൽ ഞങ്ങളും വളഞ്ഞു. ഒരാളെ കാണുമ്പോൾ അയാളോടുള്ള മനോഭാവം നിശ്ചയിക്കുന്നത് എങ്ങനെയാണ്? അയാൾ നമ്മോട് മുമ്പ് പെരുമാറിയ സംസാരിച്ച സംസാരത്തിൻ്റെ അളവ് പോലെടുത്താണ് അയാളോട് നമ്മൾ തിരിച്ചു പെരുമാറുക. അതുകൊണ്ട് തന്നെ അയാളുടെ ശരീരത്തിന് മൊത്തം ആ നാവ് പറയുന്നതിൻ്റെ ഗുണവും ദോഷവും ലഭിക്കുമെന്ന് ഈ ഹദീസിൽ നിന്നും മനസ്സിലാകാം. ശരീരം വളവില്ലാതിരിക്കാൻ, വളഞ്ഞു പോകാതിരിക്കാൻ, ഭൗതികമായല്ല ആത്മീയമായി ശരീരത്തിന് ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ എന്തു വേണം? നാവിനെ അടക്കി നിർത്തണമെന്ന്. സംസാരം നന്നായാലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ അബ്ദ ലയതകല്ലമ ബിൽ കലിമ മിൻ ജിദ്വാനില്ല ലാ യുൽഖാ ലഹാ ബാലി യർഫഉല്ലാഹു ബിഹാ ദറജാത്. തീർച്ചയായും ഒരടിമ അല്ലാഹുവിന് തൃപ്തി ഉളവാക്കുന്ന ഒരു വാചകം പറയും. ആ വാചകം പറയുന്നതിന് അയാൾ വലിയ ഗൗരവം കൊടുത്തിട്ടുണ്ടാവില്ല. അത് കാരണം അല്ലാഹു അവനെ ധാരാളം പദവികൾ ഉയർത്തും. ഒരാൾ പറയുന്ന ഒരു വാക്ക് അത് അല്ലാഹു തൃപ്തിപ്പെട്ടാൽ അവന് വളരെയധികം പദവികൾ ഉയർത്തപ്പെടും. സംസാരം പിഴച്ചു പോയാലോ, വഇന്നൽ അബ്ദ യതകല്ലമൽ കലിമതു മിൻ സഖ്തില്ലാ ലാ യുൽഖാ ലഹാ ബാലി യക്ഫി ബിഹാ ഫി ജഹന്നം. ഒരടിമ അല്ലാഹുവിന് കോപിക്കുന്ന വാക്കുച്ചരിക്കും, അതിനയാൾ വലിയ ഗൗരവം കാണിക്കുകയില്ല.
അത് അവനെ നരകത്തിൽ വീഴ്ത്തും. ഒരു വാക്ക് മതി ഒരാളെ നരകത്തിലെത്തിക്കാൻ. ഒരു വാക്ക് മതി അള്ളാഹു തൃപ്തിപ്പെട്ട അയാളെ സ്വർഗത്തിലെത്തിക്കാൻ. അനാവശ്യ സംസാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം. ഇന്നല്ലാഹ വകരിഹ ലക്കും ഖീല വഖാല വകഥറത്തു സുആൽ വഇദാഅത്തുൽ മാൽ. അനാവശ്യമായ സംസാരം, കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കൽ, സമ്പത്ത് പാഴാക്കൽ, ഇതെല്ലാം അള്ളാഹു വെറുത്തിരിക്കുന്നു. അള്ളാഹു വെറുത്ത കാര്യം ചെയ്താൽ എവിടെ ചെന്ന് പതിക്കേണ്ടി വരും? നരകത്തീയിൽ ചെന്ന് പതിക്കേണ്ടി വരും. മറ്റുള്ളവരെ പരിഹസിക്കൽ നാവ് കൊണ്ട് ചെയ്യുന്ന വലിയ തെറ്റാണ്. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ. കുത്തുവാക്ക് പറയുന്നവനും അവഹേളിക്കുന്നവനുമായ ഏതൊരാൾക്കും നാശം. അഹങ്കാരികളാണ് മറ്റുള്ളവരെ കുത്തുവാക്ക് പറയുക. അഹങ്കാരത്തിന്റെ ലക്ഷണമാണ് അവഹേളിക്കുക എന്നത്, പരിഹസിക്കുക എന്നത്, പരസ്യമായി ഒരാളെ അപമാനിക്കുക എന്നത് അഹങ്കാരത്തിന്റെ ലക്ഷണമാണ്. കാരണം ആ വ്യക്തിയെ വിലവെക്കുന്നില്ല, സ്വന്തത്തെ വിലവെക്കുകയാണ്. അപ്പോൾ പലതും പറയാൻ തോന്നും. അല്ലദീ ജമഅ മാലൻ വഅദ്ദദ. എണ്ണിക്കണക്കാക്കുന്ന പണത്തിന്റെ ഹുങ്ക് കൊണ്ടാണ് നാവനക്കുന്നതെങ്കിൽ അതിലൊരു കുത്തുവാക്ക് വരും, അതിലൊരു പരിഹാസം വരും, വേറെ ഒരാൾക്ക് ചെറിയൊരു വിഷമം വരും. വായാടികൾ അഥവാ അധികം സംസാരം നടത്തുന്നവർ, അവിടെ അവസ്ഥ എന്തായിരിക്കും? ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിശ്ചയമായും നിങ്ങളിൽ എനിക്ക് ഏറ്റവും ദേഷ്യമുള്ളവർ, അന്ത്യദിനത്തിൽ എന്നോട് ഏറ്റവും അകലത്തിലുള്ള ഇരിപ്പിടത്തിലിരിക്കുന്നവരാരാണ്? ഒന്ന് വായാടികളാണ്, രണ്ട് നാക്ക് നീട്ടി ഉപദ്രവിക്കുന്നവരാണ്, മൂന്ന് അഹങ്കാരികളാണ്. ഈ മൂന്നാളുകൾ എന്നിൽ നിന്നും അകന്നായിരിക്കും. എനിക്കവരോട് ഏറ്റവും കൂടുതൽ ദേഷ്യം പരലോകത്തിലുണ്ടായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റുള്ളവരെ കുറിച്ച് അപവാദ പ്രചരണങ്ങൾ പറയാൻ പാടില്ല. നമ്മുടെ നാവ് കൊണ്ട് ഉള്ളതായാലും പറയരുത്. 7 വൻപാപങ്ങളിൽപ്പെട്ട കാര്യമാണ് വിശ്വാസിനികളും പതിവ്രതകളും ചീത്ത വിചാരം ഇല്ലാത്തവരുമായ സ്ത്രീകളെ കുറിച്ച് അപവാദം പറയുന്നവർ. വെറുതെ അവളെ ഞാൻ കാണിച്ചു കൊടുക്കാം, അവളെ പേരിൽ 4 കാര്യങ്ങൾ പറഞ്ഞാൽ ആളുകൾ അവളെ വില വെക്കില്ല എന്ന് പറയുന്ന രൂപത്തിൽ ഇല്ലാത്തത് കെട്ടിച്ചമച്ച് പതിവ്രതയായ ഒരു സ്ത്രീയെ പറ്റി പറഞ്ഞാൽ ആ പറച്ചിലുകൊണ്ട് ഇയാൾക്ക് നരകത്തിൽ പോകാൻ അതുതന്നെ മതി. ഇന്നല്ലദീന യുഹിബ്ബൂന തസ്തീഅൽ ഫാഹിശത ഫില്ലദീന ആമനൂ ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയാ വൽ ആഖിറ. തീർച്ചയായും സത്യവിശ്വാസികൾക്കിടയിൽ ദുർവൃത്തി പ്രചരിപ്പിക്കുന്നത് അഥവാ ദൂഷ്യം പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് ഇഷ്ടപ്പെടുന്നത് വരാനോ അവർക്കാണ് ഇകത്തിലും പരത്തിലും വേദനയേറിയ ശിക്ഷയുള്ളത്. അപ്പോൾ ഇവിടുന്നും കിട്ടും, അവിടുന്നും കിട്ടും. സ്ത്രീകളെ കുറിച്ച് വേണ്ടാത്തത് പറയുക, പുരുഷന്മാരെ കുറിച്ച് വെറുതെ വ്യഭിചാരാരോപണം പറയുക, ഇതൊക്കെ വലിയ ശിക്ഷ. ഈ ലോകത്തു നിന്നും പരലോകത്തു നിന്നും വേദനയേറിയ ശിക്ഷ കിട്ടുന്നവരിൽ അദാബുൻ അലീം. ഗീബത്ത് പറയരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻ കാന ഫീഹി മാ തഖൂലു ഫഖദ് ഇത്തബത്ഹു വഇൻ ലം യകുൻ ഫീഹി ഫഖദ് ബഖത്ഹു. നീ നിന്റെ സഹോദരൻ നീ പറയുന്നത് ഉണ്ടെങ്കിൽ അവനെ കുറിച്ച് ഗീബത്ത് പറഞ്ഞു. ഒരാളിലുള്ള കുറ്റമാണെങ്കിലും നമ്മുടെ നാവ് കൊണ്ട് പറയാതിരിക്കലാണ് സൂക്ഷ്മത. ഗീബത്ത് പറഞ്ഞു അവരിൽ നീ പറയുന്നത് ഇല്ലെങ്കിൽ അവനെ കുറിച്ച് കള്ളം പറയലാണ്. ഗീബത്ത് എന്താണ്? ഒരാളുടെ അടുത്തുള്ളത് പറയലാണ് ഗീബത്ത്, ഇല്ലാത്തത് പറയൽ കളവാണ്. ഗീബത്ത് പറയുന്നവൻ ശവം തിന്നുന്നവനാണ്. ഖുർആൻ പറഞ്ഞതാണ്, ഗീബത്ത് പറയുന്നവൻ ശവം തിന്നുന്നവനാണ്. വലാ യഗ്തബ് ബഅ്ദുകും ബഅ്ദാ അയുഹിബ്ബു അഹദുകും അൻ യഅകുല ലഹ്മ അഖീഹി മൈതാ ഫകരിഹ്തുമൂഹ്. നിങ്ങൾ ചിലരെ പറ്റി അവരുടെ അഭാവത്തിൽ ദുഷിച്ചു പറയുകയും ചെയ്യരുത്. തൻ്റെ സഹോദരൻ മരിച്ചു കിടക്കുമ്പോൾ അവൻ്റെ മാംസം ഭക്ഷിക്കുന്നവൻ നിങ്ങളിൽ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? എന്നാൽ അത് ശവം തിന്നുന്നത് പോലെ, ശവം തിന്നുന്നത് നിങ്ങൾ വെറുക്കുകയും ചെയ്യുന്നു. അതേപോലെ വെറുപ്പ് പ്രകടിപ്പിക്കണം. മറ്റുള്ളവരെ കുറിച്ച് പറയുന്നത് കളവ് പറയലാണ് മറ്റൊന്ന്. ആരെങ്കിലും കളവ് പറഞ്ഞാൽ ഇയ്യാകും വൽ കദിബ്, കളവിനെ നിങ്ങൾ സൂക്ഷിക്കണേ.
കളവ് നീചവൃത്തിയിലേക്കാണ് നിങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ നീചവൃത്തി നിങ്ങളെ നരകത്തിൽ കൊണ്ടെത്തിക്കും. ഒരേ പുരുഷൻ അല്ലെങ്കിൽ ഒരാൾ കളവ് പറഞ്ഞാൽ അവനെ അള്ളാഹു കള്ളനെന്ന് എഴുതി വെക്കും, കളവ് പറയുന്നവനെന്ന് എഴുതി വെക്കും. സംസാരിക്കുമ്പോൾ മറ്റുള്ളവർ എന്തെങ്കിലും രഹസ്യം പറഞ്ഞാൽ അത് സൂക്ഷിക്കാനുള്ളൊരു കെൽപ്പ് നമുക്ക് വേണം. നാവിനെ പിടിച്ചു നിർത്തണം. ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു നിവേദനം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഹദ്ദസ റജുലു ബിഹദീസിൻ തുമ്മ ഇൽതഫത ഫഹിയ അമാന. ഒരാൾ ഒരു വാർത്ത പറയുകയാണ്. അപ്പോൾ അയാൾ വാർത്ത പറയുന്നതിന് മുമ്പ് ഒന്ന് തിരിഞ്ഞു നോക്കി, ഒന്ന് മറിഞ്ഞു നോക്കി, ആരെങ്കിലും കേൾക്കുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. അങ്ങനെ നോക്കിയ ഒരു കാര്യം നമ്മളോട് പറഞ്ഞാൽ നമ്മൾ ആ കാര്യം മറ്റൊരാളോട് പറയാൻ പാടില്ല. അത് അമാനത്താണ്. അയാൾക്കത് വേറെ ആരും കേൾക്കുന്നത് ഇഷ്ടമില്ല. നമ്മളോട് പറയൽ അയാൾക്ക് അനിവാര്യമായിരിക്കും. അതുകൊണ്ട് ആരും കേൾക്കാതെ നമ്മളോട് പറയുന്ന ഒരു കാര്യം നമ്മൾ മറ്റൊരു ചെവിയിലേക്ക് എത്തിച്ചാൽ ആ കേൾക്കുന്ന ആൾക്ക് ഗൗരവമുണ്ടാവില്ല. അയാൾക്കിത് വേറൊരാളോട് പറയാൻ പാടില്ലാത്തതാണെന്ന് അറിയില്ല. അതുകൊണ്ട് അയാൾ അങ്ങനെ പരത്തിക്കൊണ്ടുപോകും. അയാൾ പറയുന്നവർ 10,000 പറഞ്ഞാൽ ഇതറിയാത്തവർ ആരും ഉണ്ടായിരിക്കുകയില്ല. കാപട്യത്തെ സൂക്ഷിക്കണം. നാവിൽ നിന്നാണ് കാപട്യം പുറപ്പെടുന്നത്. ആയത്തിൽ മുനാഫിഖു തലാസുൻ ഇദാ ഹദ്ദസ കദബ വഇദാ വഅദ അഖ്ലഫ വഇദാ ഉതുമിന ഖാന. മുനാഫിക്കിന്റെ അടയാളം 3 എണ്ണമാണ്. സംസാരിച്ചാൽ കളവ് പറയും. സംസാരിച്ചാൽ കളവ് പറയുന്നവൻ ആരാണ്? കാപട്യമുള്ളവനാണ്, മുനാഫിക്കാണ്. നമ്മിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് നുണ പറയുകയും എന്നിട്ട് അതിനെ നിസ്സാരവൽക്കരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ കാപട്യത്തിൻ്റെ ഒരു ലക്ഷണം നമ്മളിലുണ്ട്. കരാറ് പറയും, കരാറ് ലംഘിക്കും. വിശ്വസിച്ചെന്ന് പറയും, എന്നിട്ട് ചതിക്കും. മറ്റൊരു ഹദീസിൽ പറഞ്ഞത് വൈദാ ഖാസമ ഫജറ, തർക്കിച്ചാൽ തെറി പറയും. തർക്കിച്ചാൽ തെറി പറയുന്നവൻ മുനാഫിക്കാണെന്ന് നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ഇതൊക്കെ നാവ് കൊണ്ടുവരുന്ന നിഫാഖാണ്. ശപിക്കുന്നവൻ മുഅ്മിനല്ല. ലൈസൽ മുഅ്മിനു ബിതആനിൻ വലാ ലആനിൻ വലാ ഫാഹിശിൻ വലാ ബദീഇൻ. മുഅ്മിനെ കുത്തി പറയുകയില്ല, മുഅ്മിൻ ശപിക്കുകയില്ല, മുഅ്മിൻ നെറികെട്ടവനല്ല. ഇതെല്ലാം നാവിൽ നിന്നാണ് വരുന്നത്. ശാപവും കുത്തിപ്പറയലും നെറികെട്ട വാക്കുകളും നാവിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഒരാളുടെ വ്യക്തിത്വത്തെ പ്രകടിപ്പിക്കുന്ന ഏറ്റവും വലിയ ഒരു അവയവമായ നാവിനെ നമ്മൾ പിടിച്ചു നിർത്തണം. കേട്ടതെല്ലാം പറഞ്ഞു നടക്കരുത്. അങ്ങനെ കേട്ടതെല്ലാം പറഞ്ഞു നടന്നാൽ എന്തു സംഭവിക്കും? പറഞ്ഞയാളെ വിശ്വസിക്കലാണ്. അയാൾ നമ്മളോടൊരു ചതിയാണ്, ഒരു കളവാണ് പറഞ്ഞതെങ്കിൽ അത് നമ്മൾ പറയുമ്പോൾ അയാളെ വിശ്വസിച്ച് പറയുകയാണ്. അതിൻ്റെ യാഥാർത്ഥ്യം അറിയില്ലെങ്കിൽ ആ കളവ് നമ്മുടെ നാവിലൂടെയും പ്രചരിക്കുന്ന ഒരവസ്ഥയുണ്ടായിരിക്കും. യാഥാർത്ഥ്യമായി കണ്ടത് ആവശ്യമുള്ളിടത്ത് മാത്രം പറയുക എന്ന സംസാരം ചുരുക്കൽ നമുക്ക് ആവശ്യമാണ്. കൂടെയുള്ളവരെ കൂടാതെ സ്വകാര്യം പറയരുത്. 3 ആളുണ്ട്, 4 ആളുണ്ട്, എന്തു ചെയ്യരുത്? 2 ആൾ പോയി സ്വകാര്യം പറയരുത്. മൂന്നാമനെ കൂടാതെ 2 ആളുകൾ 3 ആളുകൾ നിൽക്കുന്നു. എന്നോടൊരു കാര്യം പറയാനുണ്ട് എന്നുണ്ട്. അയാളെ വിളിച്ചു കൊണ്ടുപോയാൽ മറ്റേ ആളെന്താ വിചാരിക്കുക? എനിക്കത് കേൾക്കാൻ യോഗ്യതയില്ല, ഞാനത് കേൾക്കേണ്ടവനല്ല, എന്നെക്കുറിച്ചാണ് അവർ പറയുന്നത് എന്നൊക്കെ വിചാരിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് ആ ആവശ്യമില്ലാത്തവൻ പിരിഞ്ഞു പോയതിന് ശേഷം മാത്രമേ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ പാടുള്ളൂ. സംസാരത്തിൽ പാരുഷ്യം പാടില്ല. അഥവാ പരുഷമായി സംസാരിക്കുക എന്നത് സംസ്കാരത്തിന് യോജിക്കുന്നതല്ല, ഇസ്ലാമിന് യോജിക്കുന്നതല്ല, മുസ്ലിമിന് യോജിക്കുന്നതല്ല, മുഅ്മിനിന് യോജിക്കുന്നതല്ല. വബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫല്ലൻ ഗലീദൽ ഖൽബ് ലം ഫല്ലൂ മിൻ ഹൗലിക്. അല്ലാഹുവിൽ നിന്നുള്ള കാരുണ്യം കൊണ്ടാണ് നീ അവരോട് സൗമ്യമായി പെരുമാറിയത്. നീ ഒരു പരുഷ സ്വഭാവിയും കഠിന ഹൃദയനുമായിരുന്നുവെങ്കിൽ നിന്റെ ചുറ്റിൽ നിന്നും ആളുകൾ പിരിഞ്ഞുപോയി കളയുമായിരുന്നു. എന്നോടാരും മിണ്ടുന്നില്ല, എന്നോടാരും സംസാരിക്കുന്നില്ല, ഞാൻ വരുമ്പോൾ ആളുകൾ അകന്നു പോകുന്നു എങ്കിൽ
ഞാൻ പരുഷ സ്വഭാവിയാണ്, കഠിന ഹൃദയനാണ്, സൗമ്യതയില്ലാത്തവനാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് സംസാരം സൗമ്യമാക്കാനുള്ള ഏക വഴി. ആ കാരുണ്യം ലഭിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം. ജനങ്ങൾ നമ്മോട് അടുക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണമെങ്കിൽ പരുഷതയും കഠിന ഹൃദയവും അത് രണ്ടും ഒഴിവാക്കിയാൽ മതി. നാവാണ് സൗമ്യത, നാവിൽ നിന്നാണ് പരുഷത. കഠിന ഹൃദയമുള്ളവൻ അവൻ്റെ ആ ഹൃദയ കാഠിന്യത്തെ കാണിക്കുന്നത് നാവിലൂടെയാണ്. മറ്റൊരാളെ വഷളാക്കരുത്. ഒരാളെ ഇടയിലിട്ടിട്ട് ഒരാളെ വഷളാക്കുക എന്നത് വളരെ വലിയ പാപമാണ്. മൻ ശാന അലാ മുസ്ലിം കലിമത്തിൻ യശീനുഹു ബിഹാ ബിഗൈരി ഹഖ്ഖിൻ അശാനഹുല്ലാഹു ബിഹാ ഫിന്നാർ യൗമിൽ ഖിയാമ. വല്ലവനും അന്യായമായി ഒരു മുസ്ലിമിനെ ഒരു വാക്കുകൊണ്ട് വഷളാക്കിയാൽ ആ വാക്കുകൊണ്ട് അല്ലാഹു അവനെ അന്ത്യനാളിൽ നരകത്തിൽ വഷളാക്കുന്നതാണ്. നരകത്തിലുള്ള വഷളത്തരം എത്ര വലിയ വഷളത്തരമാണ്, അവിടുത്തെ ശിക്ഷ അനുഭവിക്കുക എന്നുള്ളത്. അതിൻ്റെ മേൽ വഷളത്തരം കിട്ടുമ്പോൾ, അള്ളാഹു വഷളാക്കുമ്പോൾ, അടിമയായ ഒരാളെ ആരെങ്കിലും വഷളാക്കിയാൽ അവനെ ആര് വഷളാക്കും? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നരകത്തിലിട്ട് വഷളാക്കുമെന്ന് നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ദാനം ചെയ്തത് എടുത്തു പറയരുത്. യദ്ഖുലുൽ ജന്നത മന്നാനുൻ വലാ ആഖുൻ വലാ മുദ്മിനുൽ ഖംർ. സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല ദാനം നൽകിയത് എടുത്തു പറയുന്നവൻ. മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. മദ്യം കഴിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. മൂന്നും നാവിനെ ബാധിക്കുന്ന വിഷയമാണ്. മദ്യം കുടിച്ചാൽ എന്താ പറയാന്നറിയില്ല. മാതാപിതാക്കളെ ഉപദ്രവിക്കൽ നാവ് കൊണ്ടാണ്. ദാനം ചെയ്തത് എടുത്തു പറയൽ നാവ് കൊണ്ടാണ്. കുതർക്കം ഉപേക്ഷിക്കണം. തർക്കിച്ചുകൊണ്ടേയിരിക്കുക. ആരെങ്കിലും നമുക്ക് തർക്കിക്കാൻ ഒരാളുണ്ടായിരിക്കും, നമ്മളൊരു കൂട്ടുകാരൻ. അയാൾ എന്തു പറഞ്ഞാലും തറുതല പറയുന്ന തർക്കമുണ്ടല്ലോ, അത് സ്വർഗത്തിലെത്തിക്കില്ല, അത് നരകത്തിലേക്ക് എത്തിക്കുകയുള്ളൂ. ന്യായമുണ്ടായിട്ടും സത്യം നമ്മുടെ ഭാഗത്തായിട്ടും തർക്കമുപേക്ഷിക്കുക എന്നൊരാൾ വിചാരിച്ചാൽ അയാൾക്ക് സ്വർഗത്തിൻ്റെ അറ്റത്തൊരു വീടുണ്ടായിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. തർക്കം നാവിൽ നിന്നാണ് വരുന്നത്. ചിരിപ്പിക്കുവാനുള്ള സംസാരം. വൈലുൽ ലില്ലദീന യുഹദ്ദിതു വയുകദ്ദിബു ലിയുദ്ഹികു ബിഹിൽ ഖൗം വൈലുൽ ലഹു. ജനങ്ങളെ ചിരിപ്പിക്കുവാൻ വേണ്ടി സംസാരിക്കുകയും കളവ് പറയുകയും ചെയ്യുന്നവന് നാശം, അവന് നാശം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ തീരെ ശ്രദ്ധിക്കാത്തതാണ്. എല്ലാ നാട്ടിലും ഒരു കഥാപാത്രം ഉണ്ടാവും. ആ കഥാപാത്രത്തിന്റെ പേര് ചാർത്തി എല്ലാവരും ചിരിക്കാൻ വേണ്ടി നുണയിങ്ങനെ തട്ടിവിടുന്ന ആളുകളുണ്ട്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അയാളുടെ ഖബറിലേക്ക് നമ്മുടെ നമസ്കാരവും നോമ്പും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അയാൾ മുസ്ലിം ആണെങ്കിൽ അതൊക്കെ അയാൾക്ക് കിട്ടി, അയാൾ അവിടെ അമല് കൊണ്ട് സമ്പന്നനാകും. എന്തിനത്? വേറെയുള്ളവരെ ചിരിപ്പിക്കേണ്ട ആവശ്യമെന്താണ്? സംസാരം ചുരുക്കണം. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുമ്പോൾ ആ സംസാരം എണ്ണുന്ന ഒരാൾക്ക് അത് എണ്ണിയെടുക്കാൻ, തിട്ടപ്പെടുത്താൻ കഴിയുമായിരുന്നു. ഹദീസുകളൊക്കെ നിങ്ങൾ കേട്ടു നോക്കുക. വളരെ ചുരുങ്ങിയ വാചകത്തിൽ വലിയ ആശയങ്ങൾ പറയുക എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തിൽപ്പെട്ടതായിരുന്നു. അങ്ങനെ ചുരുങ്ങിയ വാചകത്തിൽ ആശയങ്ങൾ പറഞ്ഞു മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായിരുന്നത്. 2 ചുണ്ടുകളും 32 പല്ലുകളും അതിന് ഉള്ളിൽ എല്ലില്ലാത്ത ഒരു ഇറച്ചി കഷ്ണവുമാണ് നാവ്. അതുകൊണ്ട് തന്നെ ഈ 2 കോട്ടകൾ ഭേദിച്ചു വേണം നാവം നനക്കാൻ എന്നൊരു വികാരം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. എന്ത് നാവെടുത്തു പറഞ്ഞാലും അത് രേഖയിലുണ്ടായിരിക്കും. ആ കാര്യം നല്ലതാണെങ്കിൽ നന്മയുടെ ഭാഗത്തേക്കും ചീത്തതാണെങ്കിൽ തിന്മയുടെ ഭാഗത്തേക്കും എഴുതി വെക്കപ്പെടുമെന്ന ഒരു നല്ല ബോധം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം എന്ന് സൂചിപ്പിക്കുകയാണ്. അല്ലാഹു തആല നാവിനെ കൃത്യമായി നന്മയിൽ ഉപയോഗിക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഒരിക്കൽ കൂടി
അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങളോട് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നത് നാവെടുക്കേണ്ട ഒരു പണിയാണ്. എന്നാൽ ഈ നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും അതിനൊരു പ്രത്യേകമായ മാന്യമായ ശൈലിയുണ്ട്. ജ്യേഷ്ഠനാണെങ്കിൽ അനുജനെ ഉപദേശിക്കുമ്പോൾ എന്തോ ഒരു അധികാര സ്വരത്തിലാണ് പറയുക. മാതാപിതാക്കളും അങ്ങനെ തന്നെ മറ്റുള്ളവരെ ഉപദേശിക്കുമ്പോൾ ആ അധികാര സ്വരം വിട്ട് ഗുണകാംക്ഷയിലേക്ക് നാവിനെ മാറ്റണം. നമ്മൾ ഗുണത്തിനു വേണ്ടിയാണ് പറയുന്നത്. ഇങ്ങനെ ചെയ്താൽ ദോഷമുണ്ടായിരിക്കും എന്നത് ബോധ്യപ്പെടുത്താനാണ് നമ്മൾ നന്മ കൽപ്പിക്കുന്നതും തിന്മ വിരോധിക്കുന്നതും. അയാളത് നമ്മൾ പറഞ്ഞതോടുകൂടി അയാൾ ചെയ്യൽ നിർത്തിയാൽ, ഒരു നന്മ ചെയ്യൽ നിർത്തി, അപ്പോൾ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഇന്നയാൾ നിരന്തരം അത് പറയുമ്പോൾ എനിക്കത് ചെയ്യാൻ താല്പര്യം തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ നന്മ മുടക്കികളായി നമ്മുടെ നാവ് മാറും എന്ന് നമ്മൾ ആലോചിക്കണം. നിരന്തരമായി നമസ്കരിക്കാൻ കൽപ്പിക്കുന്നു, എന്നിട്ട് നമസ്കരിക്കുമ്പോൾ അതിനൊരു പ്രോത്സാഹനം കൊടുക്കുന്നുമില്ല എങ്കിൽ ആ നമസ്കാരം അത് ആ വ്യക്തിക്കായി മാറും, ആ മാതാവിനായി മാറും, പിതാവിനായി മാറും. അതിൽ നിന്ന് മാറി നമസ്കാരത്തിൻ്റെ ആവശ്യകത പറഞ്ഞു കൊടുത്ത് അവൻ നമസ്കരിക്കാൻ സ്വതന്ത്രമായി വിടുകയാണെങ്കിൽ എല്ലാവരും നമസ്കരിക്കും. അത് നന്മയാണല്ലോ, അത് സ്വീകരിക്കും. അവരത് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ശൈലിയിൽ മാറ്റം വരുത്തേണ്ടി വരും. ഒരാൾ അനുസരിക്കുന്നില്ലെങ്കിൽ ആ അനുസരിക്കാത്തതിൻ്റെ കാരണം മുഖ്യമായും നാവിൻ്റെ ഉപയോഗം ശരിയല്ല എന്നതുകൊണ്ടാണ്. അനുസരിക്കാത്തവനല്ല പ്രശ്നം, മറിച്ച് പറയുന്നവൻ്റെ പ്രശ്നം കൊണ്ടാണ് മറ്റേയാൾ അനുസരിക്കാത്തത് എന്ന് നമ്മൾ എന്തായിരിക്കണം, ഉത്ബുദ്ധരാകണം, അങ്ങനെ വിചാരിക്കണം. നന്മ കൽപ്പിക്കുന്ന ആളുകൾക്ക് ഇന്നല്ലാഹ വ മലായികതുഹു വഅഹ്ലുസ് സമാവാതി വൽ അർളീൻ ഹത്തൻ നംലത ഫീ ജുഹരിഹാ വഹത്തൽ ഹൂത ലയസല്ലൂന അലാ മുഅല്ലിമിൻ നാസി ഖൈറാ. തീർച്ചയായും അല്ലാഹുവും അവൻ്റെ മലക്കുകളും ആകാശത്തിലുള്ളവരും ഭൂതലങ്ങളിലുള്ളവരും മാളങ്ങളിലുള്ള ഉറുമ്പും മത്സ്യങ്ങൾ പോലും ജനങ്ങൾക്ക് നന്മ പഠിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മറ്റുള്ളവർക്കൊരു നന്മ പറഞ്ഞു കൊടുക്കുവാൻ, മറ്റുള്ളവർക്ക് ബശ്ശിറൂ, നിങ്ങൾ സന്തോഷമുണ്ടാക്കുക, വലാ തുനഫിറു, നിങ്ങൾ വെറുപ്പിക്കരുത് എന്നുള്ള തത്വത്തിൽ നിന്ന് ഓരോരുത്തരോടും പെരുമാറാൻ നമ്മളെ നാവിനെ ഉപയോഗപ്പെടുത്തണം. നാവെന്ന അനുഗ്രഹത്തെ തിരിച്ചറിയണം. നിരീക്ഷകരായ മലക്കുകൾക്ക് മുമ്പിലാണ് നമ്മൾ സംസാരിക്കുന്നത് എന്ന ബോധം വേണം. നാവ് നരകത്തിലെത്തിക്കും, നാവ് സ്വർഗത്തിലും എത്തിക്കും. നാവ് നേരെയാക്കിയാൽ മൊത്തം നേരെയായി. അനാവശ്യമായ സംസാരങ്ങൾ പാടില്ല. മറ്റുള്ളവരെ പരിഹസിക്കരുത്, കുത്തുവാക്ക് പറയരുത്, അവരെ വഷളാക്കരുത്, അപവാദം പറഞ്ഞു നടക്കരുത്. ഗീബത്തും നമീമത്തും കളവ് പറയലും ഉപേക്ഷിക്കണം, വലിയ ശിക്ഷയുള്ള കാര്യമാണ്. ശപിക്കരുത്, തർക്കിക്കരുത്. കേട്ടതെല്ലാം പറഞ്ഞു നടക്കാൻ നമ്മളെ ആരും ഏൽപ്പിച്ചിട്ടില്ല, അത് കൃത്യമായി ആലോചിക്കണം. നാവ് കൊണ്ട് നന്മകൾ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. നാവിൻ്റെ ഉപയോഗത്തെ ഒന്നുകൂടി ക്രമപ്പെടുത്തി ഇഖ്ലാസോടുകൂടി മുന്നോട്ട് പോകണം. അത്തരം ആളുകളിൽ അല്ലാഹു തആല നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് അർഹമായ പ്രതിഫലവും ശിഫാവും ആജിലും അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഹലാലായ മാർഗത്തിലൂടെ കടം വീട്ടാനുള്ള നല്ല തൗഫീഖിനെ അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ ആളുകൾ അവിടെ ഖബർ വിശാലമാക്കി അവരെ നമ്മളെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അലയിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار الحمد لله رب العالمين اللهم صل على محمد.